നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ബസ് സ്റ്റാൻഡ്, സ്പോർട്സ് കോംപ്ലക്സുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവുനായ്ക്കളെ നീക്കണമെന്നും ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും ഉത്തരവ്. പിടികൂടുന്ന തെരുവുനായ്ക്കളെ വന്ധ്യകരണത്തിന് ശേഷം ഷെൽട്ടറിലേക്ക് മാറ്റണം. എവിടെ നിന്നാണോ തെരുവുനായ്ക്കളെ പിടികൂടുന്നത് അവിടെ തുറന്നുവിടരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും കോടതി മുന്നോട്ട് വെച്ചു. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ പൈലറ്റുമാരെ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. AAIBയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പൈലറ്റുമാരെ കുറ്റപ്പെടുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പൈലറ്റുമാർക്ക് പിഴവ് സംഭവിച്ചതായുള്ള വിദേശ മാധ്യമ റിപ്പോർട്ടിനെതിരെയാണ് കോടതിയുടെ പരാമർശം. മാധ്യമ റിപ്പോർട്ട് വളരെ മോശമാണെന്നും പൈലറ്റുമാരുടെ പിഴവാണെന്ന് രാജ്യത്ത് ആരും വിശ്വസിക്കാനാകില്ലെന്നും ജസ്റ്റിസ് ബാങ്ചി വ്യക്തമാക്കി. സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് പൈലറ്റ് സുമേധ് സബർവാളിന്റെ പിതാവ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ പരാമർശം. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒരാൾ പിടിയിൽ. നെന്മിനി സ്വദേശി പ്രിഗിലേഷാണ് ഒളിവിൽ കഴിയുന്നതിനിടെ മുംബൈയിൽ നിന്നും പിടിയിലായത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തി ഇയാളെ വിദഗ്ധമായി പിടികൂടിയത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തുറന്നുകാട്ടുന്നത് തുടരുമെന്നും വോട്ട് കൊള്ളയിലൂടെ എങ്ങനെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായെന്ന് രാജ്യത്തെ യുവതയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തുമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തങ്ങളുടെ പക്കൽ ധാരാളം മെറ്റീരിയലുകൾ ഉണ്ടെന്നും ഈ പ്രക്രിയ തുടരുമെന്നും രാഹുൽ പറഞ്ഞു. വോട്ട് കൊള്ളയിലൂടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് എങ്ങനെയെന്ന് രാജ്യത്തെ ജൻസിക്കും യുവാക്കൾക്കും ഞങ്ങൾ വ്യക്തമാക്കി കൊടുക്കും, മാധ്യമങ്ങളോട് സംസാരിക്കവേ രാഹുൽ പറഞ്ഞു. ശബരിമല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം. ഗൃഹസന്ദർശന പരിപാടിക്ക് BJP. ശബരിമല മകരവിളക്ക് തീർത്ഥാടനം പ്രാഥമിക ഒരുക്കങ്ങൾ പോലും നടത്തിയിട്ടില്ലെന്ന് PK കൃഷ്ണദാസ് ആരോപിച്ചു. സർക്കാരും ദേവസ്വം ബോർഡും പൂർണ്ണമായി പിന്മാറിയ അവസ്ഥയാണെന്നും സ്വർണ്ണമോഷണത്തിൽ അല്ലാതെ താല്പര്യമില്ല എന്ന അവസ്ഥയും ശബരിമല കേന്ദ്ര ഇടപെടൽ ഉണ്ടാകണമെന്നും PK കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ മോഷണമെന്ന് പരാതി. പുരാവസ്തു തട്ടിപ്പ് പ്രതി മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ മോഷണമെന്നാണ് പരാതി. കൊച്ചി കലൂരിലെ വാടക വീട്ടിലാണ് മോഷണം നടന്നത്. തട്ടിപ്പ് വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് ഈ വീട്ടിലാണ്. പോലീസ് പരിശോധന നടത്തുന്നു. പരോളിലുള്ള മോൻസണുമായാണ് പരിശോധന നടത്തുന്നത്. 20 കോടിയുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന് മോൻസൺ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സ്.